നമസ്കാരം. ഞാൻ ഗീത, ദേവീകൃപ ജ്യോതിഷാലയം ആറ്റിങ്ങൽ. ഇനി ഞാൻ പറയുന്നത് കർക്കിടക രാശിയെക്കുറിച്ചാണ്. പുണർദം, കാലും, പൂയം, ആയില്യം ഈ നക്ഷത്രങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഈ നക്ഷത്രക്കാർക്ക് ഒരു മീഡിയം ആയിട്ട് അവരുടെ ഭാഗ്യം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ലാത്ത ഒരവസ്ഥ. സാധാ പോലെ ഇങ്ങോട്ട് പോകുന്നു. ജോലി ചെയ്താൽ ശമ്പളമുണ്ട്, ജോലി ഇല്ലെങ്കിൽ ശമ്പളമില്ല എന്നുള്ള രീതിയിൽ. എങ്കിലും ശത്രുദോഷങ്ങളൊക്കെ ഒന്ന് കീപ്പ് ചെയ്തോണം. മറ്റ് തരത്തിലുള്ള ദോഷങ്ങളൊന്നും കാണുന്നില്ല. എങ്കിലും ഇവരുടെ ശാരീരികമായിട്ടുള്ള ധാരാളം ബുദ്ധിമുട്ടുകളുണ്ട്. ശരീരം വാത കഫ രോഗങ്ങളെ കൊണ്ട് വേദന എടുക്കാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ കാലുകഴപ്പ്, ശരീരം തളർച്ച, കണ്ണിനൊക്കെ പ്രശ്നങ്ങൾ, ഇങ്ങനെയുള്ള ഈ കാര്യങ്ങളൊക്കെ ഒന്ന് സൂക്ഷിക്കേണ്ടതാണ്. വരുന്ന കൂട്ടുകാരെയൊക്കെ നല്ലപോലെ സൂക്ഷിക്കാനൊക്കെ അവർക്ക് നല്ല മിടുക്കാണ്. ആരെയും ഒരു പെട്ടെന്ന് അടുപ്പിക്കുന്ന ഒരു പ്രകൃതമല്ല. എങ്കിൽ അടുപ്പിച്ചില്ലെങ്കിലും ഇവർക്ക് മറ്റുള്ളവരെ നമ്മൾ പറയുന്നത് അവരനുസരിക്കണം എന്നുള്ള ഒരു മണ്ടൻ പ്രകൃതമുണ്ട്. അതിപ്പം ആർക്കും ഇഷ്ടപ്പെടത്തില്ല. അങ്ങനെ വരുമ്പോൾ ഇവർക്ക് വലിയ ശത്രു ആവാനൊന്നും ഉള്ള കഴിവൊന്നുമില്ല. എന്നാൽ ശത്രുക്കളെ നിയന്ത്രിക്കാനുള്ള കഴിവുമില്ല. മിണ്ടാപ്രാണികളാണ്. ഒരു ശത്രു ഓടി വന്ന് അടിക്കാൻ തുടങ്ങിയാൽ ഉയിരും കൊണ്ട് ഓടത്തേ ഉള്ളൂ. തിരിച്ചു നിന്നൊന്നും പറയാനുള്ള ഒരു കട്സ് ഇല്ല. അപ്പം അങ്ങനെ ഉള്ള ഒരു സമയത്തൂടെയാണ് ഇങ്ങനെ പോകുന്നത്. പിന്നെ പെട്ടെന്ന് രോഗാവസ്ഥയൊക്കെ ഉണ്ടാകും. പിന്നെ സംസാരത്തിലൊക്കെ കുറേ നിയന്ത്രണം പാലിക്കണം. സംസാരം കൊണ്ടാണ് കൂടുതലായിട്ടും ഇവർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നത്. ഈ ഭൂയങ്കാരാണെങ്കിൽ ആവശ്യമില്ലാത്ത സംസാരങ്ങളാണ്. ആയില്യവും അങ്ങനെ തന്നെയാണ്. മിക്ക ആയില്യവും വളരെ സാധുക്കളാണ്, പാവങ്ങളാണ്. പക്ഷേ ചില ആയില്യം, അതായത് മിക്കവാറും ഈ സ്ത്രീകളാണ്. സ്ത്രീകളുടെ ആയില്യ നക്ഷത്രത്തിലുള്ള സ്ത്രീകൾ ആര് പറഞ്ഞാലും അനുസരിക്കത്തില്ല. അവർക്ക് ഒരുപാട് ദോഷങ്ങൾ ഉണ്ടെന്നാണ് പൊതുവെ ഒരു സംസാരം. അവരെ എല്ലാവരും ഒന്ന് മാറ്റി നിർത്തുന്നുണ്ട്. ആയില്യമാണെങ്കിൽ അവരെ മാറ്റി നിർത്തുന്നുണ്ട്. കൂടുതലും ഇവരുടെ സംസാര രീതിയാണ് ആർക്കും ഇഷ്ടപ്പെടാത്തത്. പിന്നെ ദൈവാനുകൂല്യമുള്ള സമയമാണിപ്പോൾ. അതുകൊണ്ട് ഇവർ എന്ത് വിചാരിച്ചാലും നടക്കുന്ന ഒരു ടൈമാണ്. അതുകൊണ്ട് നല്ലതുപോലെ ഈശ്വര പ്രാർത്ഥന ഉണ്ടായിരിക്കണം. ശിവക്ഷേത്രങ്ങളിലും വിഷ്ണു ക്ഷേത്രങ്ങളിലും ഒക്കെ പോയി, നാഗക്ഷേത്രങ്ങളിലും ഒക്കെ പോയി പ്രാർത്ഥിക്കുകയും വല്ല അർച്ചനകളൊക്കെ നടത്തുകയൊക്കെ ചെയ്യണം. നല്ലപോലെ അനന്തനെയൊക്കെ പ്രാർത്ഥിച്ചാൽ ഇവർക്ക് നേട്ടങ്ങളുടെ ഒരു സമയം തന്നെയാണ് ഇപ്പോൾ. സകല ദോഷങ്ങളുമൊക്കെ ഒന്ന് മാറിക്കിട്ടും. നാഗക്ഷേത്രങ്ങളിൽ നാഗങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും വഴിപാടുകൾ ചെയ്യുക, നല്ലതുപോലെ പ്രാർത്ഥിക്കുക. ഇവർക്ക് സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാകും. പുണർദം കാലിനൊക്കെ ഏറ്റവും നല്ല സമയമാണ്, പേടിക്കേണ്ട. എല്ലാ തരത്തിലുമുള്ള ഗുണങ്ങൾ ഉണ്ടാകും. സാമ്പത്തികവും ഒക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ്. സാമ്പത്തികം ഉണ്ടായാലും അവർ സൂക്ഷിക്കുന്ന ആൾക്കാരുമാണ്. അപ്പോൾ ആ തരത്തിൽ കുടുംബ ഐശ്വര്യത്തിന് മാത്രം ലേശം മാറ്റമുണ്ട്, ബുദ്ധിമുട്ടുണ്ട്. കുടുംബത്ത് ഭാര്യയായാലും മക്കളായാലും അവരൊന്നും അനുസരിക്കണമെന്നില്ല. അവരൊക്കെ ഒരുമാതിരി ഒരു എന്തോ പോലെ ഇവരെ കാണുന്നവർ ഒന്നിനും കൊള്ളാത്ത ആളുകൾ എന്ന് കാണുന്ന ആൾക്കാരാണ്. അത് ഇവരുടെ ഈ ഒരു സംസാര രീതി കൊണ്ടാണ്. ഇങ്ങനെ ചറപറ എന്ന് സംസാരിക്കാൻ മാത്രമേ കൊള്ളാവൂ, അല്ലാതെ ഒന്നിനും ഒരു കാര്യത്തിനും കൊള്ളത്തില്ല എന്നുള്ള ഒരു പ്രകൃതം ഇവർ കാണിക്കും. പിന്നെ ഗവൺമെൻറ് ജോലിയൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ ശമ്പളം അതിൽ കൂടുതൽ അവർക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല എന്ന ഉള്ള ഒരു തോന്നൽ വീട്ടിലുള്ള മറ്റ് ആളുകൾക്ക് തോന്നുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ എണ്ണിച്ചുട്ടപ്പം പോലെ കിട്ടുന്ന ആ ചെറിയ എമൗണ്ടും കൊണ്ട് ഉള്ള ഇവരുടെ ഗമയും ഇവരുടെ ഭരണമൊന്നും ആർക്കും പിടിക്കുകയില്ല. അതാണ് ഈ പൂയങ്കാരുടെ വീട്ടിൽ കൂടുതലും ഈ കലഹത്തിന് സാധ്യതയുള്ളത്. അപ്പോൾ മറ്റൊരു തരത്തിലും ഇവർ മറ്റൊരു ജോലിയും ചെയ്ത് മുഷിയാൻ തയ്യാറല്ല. അങ്ങനെയുമുണ്ട്. അപ്പോൾ ആ ഒരു പ്രശ്നം വരുമ്പം ഈ നമ്മളുണ്ടാക്കുന്ന ഈ തുച്ഛമായ കുഞ്ഞ് സമ്പാദ്യം ഒന്നിനും തികയാതെ വരും. അങ്ങനെ വരുമ്പോഴാണ് ഈ ബുദ്ധിമുട്ടുകളുണ്ടാകുന്നത്. അപ്പോൾ ഇത് മനസ്സിലാക്കി മറ്റുള്ളവർ സഹകരിക്കാൻ അവർക്കും ബുദ്ധിമുട്ടാണ്. അതവർക്കുള്ള ഒരു ഭാഗ്യദോഷവുമാണ്. അപ്പോൾ എന്തായാലും ഇങ്ങനെ ഉള്ള ഇതിനെയൊക്കെ ഒന്ന് മാറ്റിമറിക്കാൻ
ഇവർ വിഷ്ണുവിനെ നല്ലതുപോലെ പ്രാർത്ഥിക്കുക, നാഗക്ഷേത്രങ്ങളിലൊക്കെ ഒന്ന് പോവുക, ശിവനെയും മഹാദേവനെ വിളിച്ച് നല്ലതുപോലെ നീലകണ്ഠായ നമ, ഓം നമ ശിവായ എന്നൊക്കെ പ്രാർത്ഥിച്ച് ഇവരുടെ ആ ഒരു മനഃശുദ്ധി ഉണ്ടാക്കി മനസ്സിൽ ഭക്തി വളർത്തി മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. ഇവർക്ക് സർവ്വ ഐശ്വര്യവും ഉണ്ടാകട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു.